വാർത്ത പറയുന്നത് ശാന്തി സ്വരൂപ്. വാർത്ത കേൾക്കുന്നത് നിങ്ങളുടെ ഹേമ. ഇന്നത്തെ വാർത്തയിലെ പ്രധാന കാര്യം, ഹേമ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അതായത് പ്രേമ, അഭി എന്ന ചെറുക്കന്റെ കൂടെ ഇന്ന് കളിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്റെ വൈഫിനോട് കളിക്കാൻ പോവാണോടാ നീ? വേറെ വേറെ എന്ത് വേണം, മതി ഇതു മതി. വേറെ വേറെ എന്ത് വേണം പറയൂ. ഒരു ഉഷ തയ്യൽ മിഷൻ, ഒരു അച്ചാർ ബോട്ടിൽ, ഒരു വെള്ളിച്ചെമ്പ്, ഒരു പിത്തള ചെമ്പ്, ഒരു സ്വർണത്തിന്റെ അരഞ്ഞാണം, ഒരു കയറ് കെട്ടില്, പിന്നെ ഒരു കെട്ട് ബീഡി. എന്താണ് ഇവന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അനിയൻ സ്മിതാസിൽ 90% ഡിസ്കൗണ്ട് വാങ്ങി തരാന്ന് പറഞ്ഞു. ദേവകി, ഓഫറിന് വേണ്ടി ഭർത്താവിനെ തന്നെ മാറ്റോ നീ? ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാ അച്ഛാ. എടാ, എന്റെ ഭാര്യ എന്തിനാടാ പിടിച്ചു വലിച്ചേ? ഞാൻ നല്ലോണം ആലോചിച്ച് നോക്കി മാംസ്. അതായത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയച്ഛൻ, വലിയച്ഛൻ, ബോയ് ഫ്രണ്ട്, ആധാർ കാർഡിലുള്ള എല്ലാ ആൾക്കാരും ഇടയ്ക്ക് കയറി വന്ന് നിൽക്കും. ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് ആന്റിയെ കറക്റ്റ് ചെയ്താണ്ടല്ലോ അവര് ഹസ്ബൻഡിനെ തള്ളി വിട്ടേക്ക് നമ്മുടെ ലൈന് ക്ലിയർ ആയിക്കോളൂ. എന്താ പറയുന്നത്? നല്ല ഐഡിയ അല്ലേ? വനിതാ ബുക്കിന്റെ മേലെ സത്യം ചെയ്ത് പറയുകയാണ്, എല്ലാ പയ്യന്മാരുടെ ജീവിതത്തിൽ ഒരു ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും. ആന്റി ലോണ്ടറി, ആന്റി കറീസ്, ആന്റി ഫാൻസി ഷോപ്പ്, ആന്റി ജനറൽ സ്റ്റോർസ്, ആന്റി സ്വീറ്റ് ഷോപ്സ്. അതെടാ. അതിനുശേഷം ആ എന്തിനാണെന്ന് അറിയോ? ആ എന്ന് വെച്ചാൽ അമ്മ, ആ എന്ന് വെച്ചാൽ ആന്റി. അമ്മ ചിലതേ പഠിപ്പിച്ചു തരുള്ളൂ, പക്ഷെ ആന്റി എല്ലാം പഠിപ്പിച്ചു തരും. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഈ എഴുതുന്ന ആൾക്കാരൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. ആന്റികളും മറന്നിരിക്കുന്നു. ഇന്നത്തെ ഫിഗറാണ് നാളത്തെ ആന്റി. ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കേണ്ട ആന്റികളൊക്കെ അടുക്കളയില് വെറും പാചകം ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നു. നിങ്ങൾ കാരണമാണ് ഇതൊക്കെ. മോനെ, ഓൾ ഇന്ത്യ ആന്റികളുടെ പ്രതിനിധിയായി ഞാൻ പറയുകയാണ്, നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. താങ്ക് യു ആന്റി. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. അമ്മമാരായ ആന്റികളെ, നിങ്ങൾക്കെല്ലാം നമസ്കാരം. നിങ്ങളെങ്കിലും പറയൂ, അവനോട് എന്റെ ഭാര്യ ഒന്ന് വിട്ടേക്കാൻ പറയൂ. ഈ അടുത്ത കാലത്താ 3 സ്വത്ത് അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത്. പ്ലീസ് പ്ലീസ്. ഞങ്ങൾ സമ്മതിക്കില്ല. അവരുടെ കല്യാണം നടത്തിയേ തീരൂ. അഭി, ഞാൻ വണങ്ങാം മോനെ. നിന്റെ സ്കീം എനിക്ക് മനസ്സിലായി. ആന്റികളുടെ മുഴുവൻ സപ്പോർട്ടും നീ മേടിച്ചു. ഇപ്പോഴും സമയമുണ്ടടാ. എന്റെ ഭാര്യ എങ്ങ് വിട്ടു തന്നിട്ട് ഹാപ്പി ആയിട്ട് ആ ഹാപ്പിയാ വളച്ചോ. അല്ല, ഈ ഗ്യാപ്പിൽ നീ ഷോപ്പിംഗ് ചെയ്തോ? ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം. നീ വാ മോളെ. ഓൾ ദി ബെസ്റ്റ്. Really? Okay, bye. ഹായ് ഹാപ്പി. I'm one hour Mother Teresa. Just 1 hour love ചെയ്യാം. ഓ, 1 hour സ്നേഹിച്ചാൽ നിനക്ക് എങ്ങനെ എന്റെ സ്നേഹം മനസ്സിലാവുക? 1 month ട്രാവൽ ചെയ്യും. ഇഷ്ടമാണെങ്കിൽ സ്നേഹിക്ക്, ഇല്ലെങ്കിൽ കട്ട് ചെയ്യ്. ആലോചിക്കട്ടെ. ടച്ചിലുണ്ടാവണേ. ഓഹോ. Let's go.